കൂപ്പുകുത്തി സെൻസെക്സ് വിപണിയിൽ ചോരപ്പുഴ. പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും അതേ തുടർന്നുള്ള ഇന്ധന വിലക്കയറ്റവും തുടർച്ചയായ മൂന്നാം സെഷനിലും ഇന്ത്യൻ ഓഹരി വിപണിയെ ചോരപ്പുഴയാക്കി. IT കമ്പനി ഓഹരികളുടെ തകർച്ചയും വിറ്റൊഴിക്കൽ സമ്മർദ്ദവും വിപണിയുടെ തകർച്ചയ്ക്ക് ഇരുട്ടടിയായി. ഒരു ഘട്ടത്തിൽ സെൻസെക്സ് 1200 പോയിന്റും നിഫ്റ്റി 320 പോയിന്റും ഇടിഞ്ഞു. നിഫ്റ്റി 1.14% ഇടിഞ്ഞ് 23,898-ലും സെൻസെക്സ് 1.3% ഇടിഞ്ഞ് 76,664.21-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ഏതാണ്ട് എല്ലാ ഓഹരി വിഭാഗങ്ങളും ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിയത്. നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ 1% നഷ്ടം നേരിട്ടു. IT ഓഹരികൾ 5% നഷ്ടം നേരിട്ടപ്പോൾ ഹെൽത്ത് കെയർ, ടെലികോം, ഫാർമ, മീഡിയ ഉൾപ്പെടെയുള്ള ഓഹരികൾ 1% വരെ നഷ്ടം നേരിട്ടു. HCL ടെക്, ഇൻഫോസിസ്, സിപ്ല, TCS, ഡോക്ടർ റെഡ്ഡീസ് എന്നിവയാണ് നഷ്ടത്തിൽ മുൻനിരയിലുള്ള ഓഹരികൾ. ഹിൻഡാൽകോ, കോൾ ഇന്ത്യ, നെസ്ലെ, SBI, ട്രെൻഡ് ഓഹരികളാണ് ഇന്ന് പച്ച തൊട്ടത്. ഇൻഫോസിസ് ഓഹരികൾക്ക് 3.7% വരെയാണ് വിലയിടിഞ്ഞത്. HCL ടെക്കിനൊപ്പം ഇൻഫോസിസും നടപ്പു വർഷത്തെ വരുമാന വളർച്ചാ അനുമാനം വെട്ടിച്ചുരുക്കിയതാണ് IT ഓഹരികളിലെ വിൽപ്പന സമ്മർദ്ദത്തിനിടയാക്കിയത്. US ഇറാൻ സംഘർഷത്തിനും ഹോർമുസ് പ്രതിസന്ധിക്കും അയവില്ലാത്ത സാഹചര്യത്തിൽ വിതരണ സ്തംഭന ആശങ്കയിൽ എണ്ണവിലയിലെ കുതിപ്പ് തുടരുന്നു. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $106, US ക്രൂഡിന് ബാരലിന് $97 വില. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ പരിഹാരമുണ്ടാകുന്നതുവരെ എണ്ണവിലയിലെ ചാഞ്ചാട്ടം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം എണ്ണവില വർധനയും പണപ്പെരുപ്പ ഭീഷണിയും കാരണം സ്വർണ്ണവില ഇടിഞ്ഞു. ഔൺസിന് $39 ഇടിഞ്ഞ് $4,695 രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില. കേരളത്തിൽ ഗ്രാമിന് 14,020 രൂപയും പവന് 1,12,160 രൂപയുമാണ് സ്വർണ്ണവില. ഡോളറിനെതിരെ രൂപയും ഇന്ന് തകർച്ച നേരിട്ടു. 14 പൈസ നഷ്ടത്തിൽ $1 94.255 ഇന്ന് രൂപയുടെ മൂല്യം. ഈ ആഴ്ച ഡോളറിനെതിരെ 1.4% രൂപയുടെ മൂല്യമിടിഞ്ഞത്.